മോര് കാച്ചി ഇതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോസ് കാണുകയും വേണം. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് തുടങ്ങാമല്ലോ. താങ്ക് യു. മോര് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനിവിടെ ഒരു ഫ്രൈങ് പാനാണ് എടുത്തിരിക്കുന്നത്, ചെറുത്. അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പാൻ മാറ്റാം. അതിനകത്ത് വെള്ളം ഒന്ന് ഇട്ടിട്ട് ഒക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ഇടാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മോര് കറി. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം തവ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, CVCയുടെ. നമുക്ക് ഏത് എണ്ണയാണ് ആവശ്യമുള്ളത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 8 ഉള്ളി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കടുക് നമുക്ക് വേണമെങ്കിൽ ആദ്യം ചേർക്കാം. ഞാനിപ്പം അവസാനം ആദ്യം ചേർത്തു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒരു കാന്താരി ഒരു പച്ചമുളക് ചേർക്കാം. ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഉണക്കമുളക് കൂടെ ചേർക്കാം. ഉണ്ടമുളക് ഒരു 5-6 കൂടെ നോക്കാം. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മോര് ചേർക്കാം. ചെറുതായിട്ട് തിളക്കരുത്, അത്യാവശ്യം തിളക്കി ചെറുതായിട്ട് ചൂടാക്കാം. നമ്മുടെ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മതി. ചെറിയൊന്ന് ചൂടായാൽ മതി, അല്ലെങ്കിൽ സൈഡായി പോകും. അത് ടേസ്റ്റ്